ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥൻ്റെ അമ്മോ. നിക്കിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ശില്പ ഉണ്ടോ? ശില്പേനെ സീനിയേഴ്സ് വിളിക്കുന്നുണ്ട്. ഹായ് എവരിവൺ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സ്റ്റോറി ടൈം പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരെ കണ്ടുള്ളൂ എന്നുണ്ടെങ്കിലും പലർക്കും റിലേറ്റബിൾ ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒരു സ്റ്റോറി ടൈം ചെയ്യാമെന്നല്ല, എന്നാലും ഒരു രസത്തിന് സ്റ്റോറി ടൈം ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം ഇപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ട് ഞാൻ കോളേജിലുള്ള കാലത്തെ ഒരു കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം ഇത് എവിടെയെങ്കിലും ഒന്ന് പ്ലഗ് ചെയ്ത് വെക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ, നിങ്ങളെൻ്റെ മുന്നേയും ഉള്ള വ്യൂവർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയുണ്ടാവും, ഞാൻ പഠിച്ചത് ഒരു ഫാഷൻ കോളേജിലാണ്, നിഫ്റ്റിലാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആഗ്രഹിച്ച് മോഹിച്ച് കിട്ടിയൊരു കോളേജാണ്. അപ്പോൾ ഞാൻ അവിടെ പോയി കഴിയുമ്പോൾ എനിക്കിങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടാവില്ല. നമ്മൾ പിന്നെ വിചാരിക്കും റാഗിങ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നുള്ളത്. ഞാൻ അതിൻ്റെ ഒപ്പം ഒന്ന് റെഡി ആവട്ടെ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ലുക്കാണ് വിത്ത് ജസ്റ്റ് എ കൺസീലർ. അപ്പോൾ അതിപ്പോൾ ചിലപ്പോൾ ബോയ്സ് ആണ് കാണുന്നത് വെച്ചാൽ സോറി ഗായ്സ്, നിങ്ങൾക്കത് യൂസ്ഫുൾ ആയെന്ന് വരില്ല ചിലപ്പോൾ ഞാൻ കാണിച്ചു കൂട്ടുന്നത്. പക്ഷേ സ്റ്റോറി മേ ബി യു ക്യാൻ റിലേറ്റ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, അതായത് 2019 ഞാൻ കോളേജിൽ പോണ സമയത്ത് അവിടെ സീനിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങൾ പോണ സമയത്ത് ഫ്രഷേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഫസ്റ്റ് ഇയേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സീനിയേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവരൊക്കെ ഇതിന് പോയിക്കായിരുന്നു, എന്താണ് ഇൻറ്റേൺഷിപ്പിന് പോയിക്കായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചു ഓ സോ കൂൾ. അപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ, കോളേജിൻ്റെ ഫ്രണ്ടിൽ ഫോയറൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ പഴയ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഫോയർ എന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു ഏരിയ വിത്തൗട്ട് എനിത്തിങ്, ലൈക്ക് നമുക്ക് എന്ത് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഏരിയ. അപ്പോൾ ഞങ്ങളവിടെ ഇങ്ങനെ നടന്ന് സംസാരിച്ച് കളിച്ച് ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാനിൽ എന്താണെന്ന് വെച്ചാൽ എനിക്ക് മുംബൈ ക്യാമ്പസ് ആയിരുന്നു വേണ്ടിയിരുന്നത്, പക്ഷെ എനിക്ക് കിട്ടിയത് കണ്ണൂരാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയ ഡെസ്പ് ഉണ്ടായിരുന്നു. നമുക്ക് എന്തായാലും നമ്മളെപ്പോഴും അങ്ങനെയല്ല, നമുക്കിപ്പോൾ ഒരു സാധനം കിട്ടണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ റിലേറ്റബിളായിട്ട് കിട്ടിയാൽ പോലും അത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഷമം ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വിഷമത്തിൽ നടക്കുകയായിരുന്നു. ബട്ട് സ്റ്റിൽ ഐ വാസ് ഹാപ്പി ദാറ്റ് എനിക്ക് ആ നിഫ്റ്റ് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരാഴ്ച ഒരു കുഴപ്പമില്ലാണ്ട് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടു തേർഡ് വീക്കായപ്പോൾ ഞങ്ങളുടെ സീനിയേഴ്സ് വരാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഇതിലെനിക്ക് റാഗിങ്ങോ അതൊന്നും ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കാരണം നമുക്ക് പറഞ്ഞു തരാൻ വേറെ ആരും ഇല്ലല്ലോ, നമ്മുടെ സീനിയേഴ്സോ ഫോർത്ത് ഇയേഴ്സോ ആരുമില്ല. ഫോർത്ത് ഇയേഴ്സൊക്കെ ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പിന് പോയേക്കായിരിക്കും. തേർഡ് ഇയേഴ്സ് ആയിരിക്കും പിന്നെ ഇൻറ്റേൺഷിപ്പിന് പോയി. പിന്നെ സെക്കൻഡ് ഇയേഴ്സാണ് ഉണ്ടാവുക. സെക്കൻഡ് ഇയേഴ്സ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ വന്നു. അപ്പോൾ അവരുടെ വക ജഗപോക ഉണ്ടായിരുന്നു. എനിക്ക് എന്താ വെച്ചാൽ ടെൻഷൻ അടിച്ച് അപ്പം മൈഗ്രെയിൻ വരും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ആ സമയത്താണെങ്കിൽ ഞാൻ ഇപ്പോഴത്തേക്കാളും കഷ്ടമായിരുന്നു. ഇപ്പോൾ പിന്നെയും കുഴപ്പമില്ല എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അന്നത്തെ സമയത്തെന്ന് വെച്ചാൽ ഐ വാസ് ഔട്ട് ഓഫ് ഹാൻഡ്. അപ്പോൾ എനിക്കൊരു ഇതുമില്ലാണ് നടക്കാം. അങ്ങനെ എനിക്ക് കുറച്ച് മല്ലു ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി. നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്ന സമയത്താണ് നമ്മുടെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ എൻട്രി. സെക്കൻഡ് ഇയേഴ്സ് വന്നിട്ട് അവർ നമ്മളെ എല്ലാവരെയും കൂടി ക്ലാസ്സിൽ വിളിപ്പിച്ചു. ഒരു ക്ലാസ്സിൽ വിളിപ്പിച്ചിട്ട് നമ്മൾ സംസാരിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു, അങ്ങനെ എല്ലാവരും ഭയങ്കര ഇതൊക്കെ ആയിട്ടാണ്. പക്ഷെ എന്നാലും ചിലവരുണ്ടായിരുന്നു കുറച്ച് സ്ട്രേഞ്ച് ഫേസസ്. എപ്പോൾ ചിരിച്ചാൽ ഫുൾ ഓഫ് ആറ്റിറ്റ്യൂഡ്. അവർ നോക്കിയാൽ ചിരിക്കുക പോലും ഇല്ല. എന്തിനാണ് ഇത്ര ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത് എനിക്കറിയില്ല. ആസ് ഇഫ് ദേ വർ ലൈക്ക് എന്താ പറയുക, ഓണിങ് ദ കോളേജ് എന്ന് പറയാം. പക്ഷെ ഇപ്പം അതൊക്കെ കാണുമ്പോൾ ഫണ്ണിയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ തേർഡ് ഇയേഴ്സ് വന്നു. ഭീകരന്മാർ നമ്മളെ സംബന്ധിച്ച്. കാരണം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര വലിയ വലിയ ആൾക്കാരല്ല, കുറേയൊക്കെ ഉള്ളൊരു ഭയങ്കര വലിയ വലിയ ആൾക്കാർ. എനിക്ക് വലിയ വലിയ ആൾക്കാരെ കണ്ട അപ്പം പേടിയാവും. അപ്പോൾ അപ്പോൾ ഞാനിങ്ങനെ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് നടക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അവരും വിളിച്ചു നമ്മളെ ഐസ് ബ്രേക്കിംഗ്. ഇതായിരുന്നു ഫസ്റ്റ് ഇയറിൽ ക്ലാസ്സിലേക്കാളും കൂടുതൽ ഉണ്ടായിരുന്നത് ഐസ് ബ്രേക്കിംഗ് സെഷൻസ് ആയിരുന്നു. അപ്പോൾ ഐസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളെ വിളിച്ചു. അപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഇതിൻ്റെ തലേ ദിവസം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെക്കൻ അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു എടി വായോ, ഫോയറിലേക്ക് വായോ, സീനിയേഴ്സ് വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കോളേജൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറി അവിടെ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവൻ വിളിക്കണേ. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര പനിയാണ്, അതുകൊണ്ട് ഞാൻ വരുന്നില്ല, എനിക്കും വയ്യ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വന്നോളൂ, അവർ അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനൊന്നും കുഴപ്പമില്ല, നാളെ നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് പിറ്റേ ദിവസം ഞാനൊരു ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കായിരുന്നു. സാധാരണ വീട്ടിലൊരു ഡ്രസ്സ്, അതിൻ്റെ മുകളിൽ കൂടെ ഒരു ടീഷർട്ടൊക്കെ വെച്ച് കെട്ടി ഞാനൊരു കോലത്തിൽ ഞങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനൊരു
കോലൊക്കെ കെട്ടിപ്പോയി ഒരു ക്ലാസ് റൂമിൻ്റെ ഉള്ളിലേക്ക്. അപ്പോൾ നോക്കിയപ്പോൾ ഈ ചേട്ടന്മാരെന്നൊക്കെ പറഞ്ഞാൽ ചേട്ടന്മാർ എല്ലാവരും ഭയങ്കര വലിയ വലിയ ആൾക്കാർ. എനിക്ക് താടി മുടിയൊക്കെ വെച്ച് കണ്ട് എൻ്റെ അമ്മയെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് അവരും അപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ സെക്കൻഡ് ഇയേഴ്സ് ഇവർ വന്നപ്പോഴത്തേക്കും പൂച്ചക്കുട്ടികളായിട്ട് ഫിംഗർ ഓൺ യുവർ ലിപ്സ് എന്ന രീതിയിലാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് കണ്ടിട്ട് പേടിയാണ്. അപ്പോൾ ഇവരൊക്കെ എന്താ വെച്ചാൽ ഇപ്പോൾ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. അപ്പോൾ അവർക്ക് ഈ മലയാളീസിനേക്കാളും കുറച്ച് ആറ്റിറ്റ്യൂഡ് കുറച്ച് കൂടുതലാണ്. അപ്പോൾ മലയാളീസ് എന്താ വെച്ചാൽ കുറച്ചങ്ങനെ അധികം അങ്ങനെ കാണിക്കാത്ത പോലെ എനിക്കറിയില്ല. മലയാളീസിനോട് മാത്രമാണോ അത് കാണിക്കണമെന്ന് എനിക്കറിയില്ല. പലരും അങ്ങനെ പറയുന്നുണ്ട് മല്ലൂസ് ടു മല്ലൂസ് ടുഗെദർ, ഇവർ ടുഗെദർ, അങ്ങനത്തെ ഒരു കാറ്റഗറൈസേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനങ്ങനെ ഓക്കെ കുഴപ്പമുണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ എല്ലാവരെയും കഴിഞ്ഞിട്ട് എല്ലാവരും ഡിസ്പേഴ്സ് ചെയ്തു കേട്ടോ. ഫുൾ മീറ്റിംഗ് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങാൻ നിൽക്കുമ്പോൾ ഒരു ചേട്ടൻ എന്നോട് വന്നിട്ട് ചോദിച്ചു, നീ അല്ലേ ശില്പ? അപ്പോൾ ഞാൻ പറഞ്ഞു അതെ. അപ്പോൾ എന്നിട്ട് ആൾ ചോദിച്ചു എന്നാൽ അങ്ങോട്ട് വാ. എന്നിട്ട് എന്നോട് എന്തൊക്കെയോ റാൻഡം ക്വസ്റ്റ്യൻസൊക്കെ, US-ൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഏതാ, എന്തൊക്കെയോ കുറേ മാപ്പിലുള്ള ഹിസ്റ്ററി ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ സ്ഥിരം പരിപാടി എന്താണെന്ന് വെച്ചാൽ വല്ലവരും ഇങ്ങനെ പേടിപ്പിക്കുന്ന പോലെയൊക്കെ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ചില്ലായിട്ട് എന്നൊക്കെ പറഞ്ഞ് നിൽക്കും. പക്ഷെ ഉള്ളിലിങ്ങനെ കിടന്ന് ഇങ്ങനെ കിടക്കിട്ട് പറഞ്ഞ് വരയ്ക്കാനുണ്ടാവും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അപ്പം ഞാനിങ്ങനെ അത് കുഴപ്പമൊന്നുമില്ല ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ച് കളിച്ചുകൊണ്ട് നിൽക്കാം. ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്, എന്ത് തേങ്ങയാണ് നടക്കണമെന്ന് വെച്ചിട്ട്. കാരണം അപ്പോഴത്തേക്കും സമയം 6 മണി, കുറച്ചൊക്കെ ഇരുട്ടായിട്ടോ. അതിൽ കണ്ണൂരായതുകൊണ്ട് അത്ര വലിയ ലൈറ്റും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, മെയിൻ സിറ്റി ഒന്നുമല്ലല്ലോ. അപ്പം അങ്ങനെ ഇവരതൊക്കെ ചോദിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വെച്ചു ഓക്കെ കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ചേട്ടൻ അത്യാവശ്യം നല്ല സൈസും താടിയും മുടിയൊക്കെ വെച്ചിട്ട് ഞാനാണെങ്കിൽ പൊന്നു ദൈവങ്ങളെ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു. കാരണം ഇയാളെ എപ്പോഴും ഞാൻ പിള്ളേർ പറയും അവൻ കുറച്ച് ഭീകരനാണ്. ഇതൊക്കെ മലയാളീസാണ് കേട്ടോ. അതാണ് വേറെ രസം. ഞാൻ കുറച്ച് നേരം മുന്നേ പറഞ്ഞ പെർസ്പെക്റ്റീവേ ആയിരുന്നില്ല. എന്നിട്ട് എന്നെ സ്പെഷ്യലായിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു കോർണറിൽ പോയിട്ട് ഇരുത്തിയിട്ട് അപ്പോഴത്തേക്ക് ഇരുട്ടായി ഓൾമോസ്റ്റ്. എന്നിട്ട് എനിക്കാണെങ്കിൽ തേങ്ങ പേടിയായിട്ട് വയ്യ. അപ്പോൾ ഇയാളെന്നെ എടുത്തിട്ട് ബോയ് ഫ്രണ്ട് ഉണ്ടോ, അതുണ്ടോ, ഇതുണ്ടോ. അപ്പോൾ ഞാൻ എന്നിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എന്നിട്ട് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു. കുറേ കഴിഞ്ഞപ്പോൾ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ എന്താണ് മറ്റേ ഒരു പാർട്ടി വെക്കാം, എന്നിട്ട് നമുക്ക് നീ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോ, നീ ഫുഡ് ഉണ്ടാക്കൽ ഒരു അതേ ഒലിപ്പിക്കില്ല, എന്തൊക്കെയോ ഒരുമാതിരി വൃത്തികെട്ട അവസ്ഥൻ്റെ അമ്മോ. എന്നിട്ട് എനിക്കറിഞ്ഞൂടെ എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആളെ ഭയങ്കര പേടിയായിട്ടോ. സംഭവം ഞാൻ ആളുടെ ഫ്രണ്ടിൽ ഭയങ്കര ചില്ലായിട്ടിരുന്നെന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് അപ്പോൾ ഇയാളിങ്ങനെ വായുവിൽ പടം വരയ്ക്കുക, എന്തൊക്കെയോ കുറേ ക്രാപ്പ് പരിപാടികൾ. എന്നിട്ട് ഞാൻ ഇതൊക്കെ കാട്ടിക്കൂട്ടി എന്തൊക്കെയോ പറഞ്ഞ് ചാളാക്കി കൊളാക്കി. കുറേ കഴിഞ്ഞപ്പോൾ അയാൾ എന്നോട് പറഞ്ഞു പൊക്കോളാൻ. അപ്പോഴത്തേക്കും ഞങ്ങളുടെ കോളേജിൻ്റെ ഫോയർ ക്ലോസ് ചെയ്യുന്ന ടൈം എത്ര 8 o'clock അങ്ങനെ എന്തായിരുന്നു. അപ്പോൾ ഇവർ വന്നുകൊണ്ട് 8 o'clock ആക്കി, 8:30 എന്നുള്ളത്. കാരണം ഇവരുടെ സ്വഭാവം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അപ്പോൾ അങ്ങനെ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈമൊക്കെ കഴിഞ്ഞു സെക്യൂരിറ്റി. അപ്പോഴത്തേക്കും ഈ ആൾ പറഞ്ഞു നീ പൊക്കോന്ന് പറഞ്ഞു. അപ്പം ഞാൻ എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ എന്നെ ആദ്യം വിളിച്ച ആളുണ്ടല്ലോ, ആദ്യം വിളിച്ച ആ ചേട്ടൻ, അയാളെ കണ്ട ഒരുപാട് ഡ്രഗ് അടിച്ച പോലെ ഉണ്ടായിരുന്നു കാണാൻ. അപ്പോൾ അവരത് കാണുന്നുണ്ടോ എന്തെങ്കിലും ആണ്. അപ്പോൾ എന്താ പറയുക, അപ്പോൾ എന്നിട്ട് എനിക്ക് അടുത്ത് പിടി. ഞാൻ നോക്കുമ്പോൾ എന്നെ മാത്രമല്ലേ പിടിച്ച് വെച്ചിരിക്കണേ. അപ്പോൾ ഇയാളാണെങ്കിൽ കുറേ ഗേൾസിനെ അവിടെ പിടിച്ച് വെച്ചിട്ട് എന്തൊക്കെയോ റാൻഡം തിങ്സ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും ചോദിക്കാമല്ലോ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, ഇത് മാത്രമേ ചോദിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഞാൻ അവിടെ പോയിരുന്നു. എന്നിട്ട് എന്നെ എന്തൊക്കെയോ പേരൊക്കെ വിളിച്ചു, ഞാൻ പറയണില്ല. എന്നിട്ട് നിങ്ങൾ എന്നെ അത് നിക്നെയിമാക്കി വിളിക്കാതുകൊണ്ട് ഞാൻ പറയണില്ല എന്താ പേര് എന്നുള്ളത്. കാരണം ഞാൻ ബേസിക്കലി ഡ്രസ്സ് ഇട്ടിട്ട് അതിന് മുകളിൽ കൂടെ ഒരു ടീഷർട്ട് ഇട്ടിട്ട് അതിനിങ്ങനെ കെട്ടി വെച്ചേക്കായിരുന്നു. അപ്പോൾ എന്താണ് ഒരുമാതിരി ബ്ലൗസ് ഇട്ടിട്ട് ബ്ലൗസ് കെട്ടി വയ്ക്കില്ലേ പണ്ടുള്ള ആൾക്കാർ, അങ്ങനെയൊക്കെയാണ് ഞാൻ എൻ്റെ ഭയങ്കര ക്രേസി ഫാഷൻ സെൻസ് ആയിരുന്നു. ഇപ്പോൾ ഭയങ്കര കേമാന്നല്ല ഞാൻ പറയണേ. എന്നിട്ട് എന്തുണ്ടായത്, ആള് എന്നോട് എന്തൊക്കെയോ ചോദിച്ചു കേട്ടോ. അതേപോലെ തന്നെ കുറേ റാൻഡം ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും എനിക്കിങ്ങനെ പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അങ്ങനെ കുറേ വൃത്തികെട്ട ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചു. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും സെക്യൂരിറ്റി വന്നിട്ട് എല്ലാവരും ഇറക്കി വിടാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പോയി. അപ്പോൾ ഞാനാണെങ്കിൽ എന്താ പറയുക, ഇയാൾ എന്നോട് ഭയങ്കര മീനായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കി. അപ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട് നിനക്ക് മനസ്സിലായി അയാൾ എന്ത് ഉദ്ദേശിച്ച് ചോദിച്ചു. അപ്പോൾ എന്നോട് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ അവൾ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കിളി പോയി. അപ്പോൾ ഞാൻ അതും എന്താണെന്ന് ഞാൻ പറയുന്നില്ല. എന്നിട്ട് ഞാൻ ഹോസ്റ്റലിൽ പോയി.
ഹോസ്റ്റലിൽ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി, എൻ്റെ നിക്കിത പറഞ്ഞ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് അവളുടെ റൂമിലിരുന്നിട്ട് പെയിൻറ്റിങ് ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് അസൈൻമെൻറ്റ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു മിനിറ്റ് ഞാൻ നിർത്തേ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നിക്കിതയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ശില്പ ഉണ്ടോ, ശില്പേനെ സീനിയേഴ്സ് വിളിക്കുന്നുണ്ട്. ആ സമയത്ത് എന്താ വെച്ചാൽ തേർഡ് ഇയേഴ്സ് ഞങ്ങളുടെ സെയിം ഫ്ലോറിലുണ്ടായിരുന്നു, സെക്കൻഡ് ഇയേഴ്സ് വേറൊരു ഹോസ്റ്റലിലുണ്ടായിരുന്നു, പുറത്തെ ഹോസ്റ്റലായിരുന്നു. അപ്പോൾ എനിക്ക് ഓൾറെഡി എല്ലാം കൂടെ കേട്ടിട്ട് ഭ്രാന്ത് വന്നിട്ടിരിക്കുകയാണ്. ഓൾറെഡി തലയൊക്കെ വേദനിച്ചിട്ടാണ് ഞാൻ നടക്കണേ. അപ്പോൾ ഇതും കൂടി കേട്ടിട്ട് ശില്പ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പം ഞാനാണ് പണിയായ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ കുട്ടി പറഞ്ഞു ശില്പോട് സെക്കൻഡ് ഫ്ലോറിലേക്ക് വരാൻ പറ, അവർ വിളിക്കുന്നുണ്ട് പറഞ്ഞു. എൻ്റെ എല്ലാവിധ ജീവനും പോയി. അപ്പം എനിക്ക് പിന്നെ ബാക്കി ഞാൻ നെക്സ്റ്റും കൂടി കുറച്ചങ്ങോട്ട് നടക്കാനുണ്ട്, സ്റ്റെപ്പിൻ്റെ അടയ്ക്ക്. ഞാൻ നടന്ന് പോയത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ കണ്ണു തുറക്കുമ്പോൾ ഞാൻ നിക്കിതയുടെ ബെഡിലാണ്. ഞാൻ പോണ വഴിക്ക് തലയിറങ്ങി വീണു. അയ്യൻ്റെ അമ്മ. എന്നിട്ട് ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കുറേ ആൾക്കാരെൻ്റെ ചുറ്റും നിൽക്കുന്നുണ്ട്. ഞാൻ എന്ത് സംഭവിച്ചതെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. സത്യം ഉണ്ടായത് ഇവർ പറഞ്ഞിട്ട് എനിക്ക് പ്രഷർ കുറഞ്ഞിട്ടാണ് ഉണ്ടായത് തോന്നുന്നു. പ്രഷർ കുറഞ്ഞിട്ട് എൻ്റെ തലയിറങ്ങി വീണ് ഞാൻ ഫസ്റ്റ് ഇയറിന്. എന്നിട്ട് എൻ്റെ പൊന്നു ദൈവമേ, എനിക്കത് കഴിഞ്ഞിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോഴത്തേക്കാണ് ഈ വെള്ളപ്പൊക്കവും പരിപാടിയൊക്കെ വരുന്നത്. അപ്പോൾ കണ്ണൂർ തന്നെ എൻ്റെ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ വീടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് പണ്ടത്തെ വ്ളോഗ്സിൽ ഞാൻ അവരെ കാണിക്കാറുണ്ട്, ആൻറ്റീനെയൊക്കെ. അപ്പോൾ എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്ക് നിന്നാൽ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള അവസ്ഥയായപ്പോൾ ഞാൻ പിറ്റേ ദിവസം തന്നെ പേടിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എന്തിനത്ര പേടിച്ചതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാനിപ്പോൾ ആലോചിക്കുമ്പോൾ സോ ഫണ്ണിയാണ്. എന്നിട്ട് ഞാൻ ഒരു ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ 2-3 ദിവസമൊക്കെ നോക്കിയപ്പോൾ എൻ്റെ പ്രഷർ കുറഞ്ഞിട്ടൊരു രക്ഷയില്ല. എന്നിട്ട് ഞാൻ ഉപ്പുവെള്ളം കുടിക്കുക, ലെമൺ ജ്യൂസ് കുടിക്കുക, അങ്ങനെ കുടിച്ച് 2-3 ദിവസമായപ്പോൾ എൻ്റെ ശരിയായി. എന്നിട്ട് ഞാൻ കോളേജിലേക്ക് തിരിച്ചു പോയി. എന്നിട്ട് പിന്നെ ഈ പറഞ്ഞില്ലേ ഫസ്റ്റ് എന്നെ വിളിച്ച ആ ചേട്ടൻ, ആളെ കണ്ട എൻ്റെ എല്ലാവിധ പോയി. എനിക്ക് പിന്നെ പേടിച്ചിട്ട് എനിക്ക് ആ സ്ഥലത്ത് കൂടെ നിൽക്കാൻ പറ്റില്ല. ആളാണെങ്കിൽ ഭയങ്കര ക്രിഞ്ചായിട്ട് എന്തൊക്കെയോ പറയാനൊക്കെ തുടങ്ങും. അപ്പം ഞാനാണെങ്കിൽ എൻ്റെ പൊന്നു ദൈവമേ ഞാൻ എന്ത് തേങ്ങ ചെയ്യുക. അങ്ങനെ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇയറിൻ്റെ റാഗിങ് എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ആ കൊറോണ, ഞാൻ സെക്കൻഡ് ഇയർ ആയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കാണ് മറ്റേ കൊറോണയൊക്കെ ഹിറ്റ് ചെയ്യണത്. അപ്പം ഞാനൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഈ പരിപാടിക്കൊന്നും നിൽക്കില്ല. അതുപോലെ തന്നെ വേറൊരു കാര്യം ഉണ്ടായത്, ഇത് കഴിഞ്ഞിട്ടുള്ളൊരു ദിവസം, അതായത് എൻ്റെ പ്രഷർ കുറയണതിന് മുന്നേ, ഇതിന് തൊട്ട് മുന്നേ, അതായത് എന്നെ ഇവർ വിളിച്ചുവല്ലോ, മോളിലേക്ക് വിളിച്ചുവല്ലോ, അതേ ദിവസം തന്നെ ഉണ്ടായിരുന്ന വേറൊരു ഇൻസിഡൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഒരു സീനിയർ അത്യാവശ്യം നല്ല ഗുണ്ടുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബോഡി ഷേമിങ് ചെയ്യല, ആളുടെ അപ്പിയറൻസ് കുറച്ച് ബബ്ലിയാണ് ആൾ. അപ്പോൾ എന്നിട്ട് ആളെന്നെ വിളിച്ചു. ആളെന്താണെന്ന് വെച്ചാൽ ജമ്മം പോയ സാധനം ചിരിക്കില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ അവിടെ പോയിട്ട് ഒരു സോഫയിലിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഫോയറിൻ്റെ അവിടെ തന്നെ വേറൊരു സ്ഥലം കൂടിയുണ്ട്. അപ്പോൾ ഞാൻ ഫേസ് ടു ഫേസ് അങ്ങനെ ഇരിക്കാം. അപ്പോൾ ഞാനെന്താണ് ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും. അപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, വൈ ആർ യു ലാഫിങ്, വൈ ആർ യു സ്മൈലിങ്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാനോട് എന്നിട്ട് ഗിവ് മി യുവർ ഇൻട്രോ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹായ് ഐ എം ശില്പ, ഐ എം ഇൻ ദിസ് ബാച്ച് പറയുമ്പോൾ, വൈ ആർ യു അഗൈൻ സ്മൈലിങ്, ഐ ആസ്ക്ഡ് യു ടു സ്മൈൽ. അപ്പോൾ ഞാനാണെങ്കിൽ കരച്ചിൽ, നമ്മൾ ചിരിച്ചില്ലെങ്കിൽ പിന്നെ അടുത്തത് കരച്ചില്ല. അപ്പം എന്നിട്ട് പറഞ്ഞിട്ട് എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു. വിണ്ണി തന്നെ 2 സെക്കൻഡ് കഴിഞ്ഞില്ലേ ഞാൻ കരയാൻ തുടങ്ങി വീണ്ടും. അയ്യോ. എന്നിട്ട് എനിക്കിപ്പോൾ ആലോചിക്കുമ്പോൾ ഞാൻ അന്നത്തെ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ എന്ത് തേങ്ങ ചെയ്താലും ഞാൻ എന്നിട്ട് വീണ്ടും ഒന്ന് കരയാൻ തുടങ്ങി. ഞാൻ എന്ത് തേങ്ങ ചെയ്യാനാ? ഇവരാണെങ്കിൽ എന്ത് ചെയ്താൽ ചിരിക്കില്ല. എനിക്ക് ചിരിക്കാത്ത മുഖങ്ങൾ കണ്ട അപ്പം പേടിയാവും. അപ്പോൾ എന്നിട്ട് ഇത് ചിരിക്കണില്ല. അപ്പോൾ എന്നിട്ട് അവസാനം ഞാൻ കരയാൻ തുടങ്ങി. അങ്ങനെ അതും കോളായി. അന്ന് രാത്രിയാണ് ഈ മോളിലേക്ക് സീനിയേഴ്സ് വിളിച്ചത്. അന്നാണ് ഞാൻ തലയിറങ്ങി വീണത്. ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. എന്നിട്ട് ഞങ്ങൾ സെക്കൻഡ് ഇയർ ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഈ വക പരിപാടിക്കൊന്നും നിൽക്കില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി ഞാൻ എന്നോട് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് ആരെയും പേടിപ്പിച്ചൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അടുത്തൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ മാത്രമാണ് മലയാളത്തിൽ നിഫ്റ്റിനെ പറ്റി വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് കുറേ പേർക്കൊക്കെ എന്നെ അറിയായിരുന്നു. അതായത് കുറേ പേർക്ക് അറിയായിരുന്നു എന്ന് പറഞ്ഞാൽ നിഫ്റ്റ് നോക്കുന്ന കുറേ പേർക്കൊക്കെ എന്നെ അറിയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, വളരെ നല്ല കുട്ടിയായിട്ട് എല്ലാവരും ശില്പ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞ് നടന്നു.
അതാണ് ഞാൻ ലിറ്ററലി ചെയ്തുകൊണ്ട് നടന്നത്. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ലോക്ക്ഡൗൺ ഒക്കെ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇതേ ഫസ്റ്റ് ഇയേഴ്സൊക്കെ വന്നിട്ട് ഞാൻ ലാസ്റ്റ് ഇയർ ഉള്ള സമയത്ത് ഒരു ഇതേ ശില്പ ചേച്ചി പറഞ്ഞപ്പോൾ ഞാനാണെങ്കിൽ ക്രിഞ്ചടിച്ച് ഞാൻ ഏതോ ഒരു ക്ലാസ്സിനകത്തേക്ക് ഓടിപ്പോയി ലിറ്ററലി. കാരണം എനിക്കങ്ങനെ ഫെയിമും കാര്യങ്ങളൊന്നും അറിയില്ല, എനിക്കിപ്പോഴും ഫെയിമൊന്നും ആയിട്ടില്ല. പക്ഷേ അന്ന് എന്താ കാര്യം എന്ന് വെച്ചാൽ നിഫ്റ്റിനെ പറ്റിയിട്ട് ആകെ കൂടെ മലയാളത്തിൽ വീഡിയോ ചെയ്യണത് ഞാനായിരുന്നത് കൊണ്ട് ഇപ്പോഴും എനിക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ആരും എൻ്റെ അക്കൗണ്ടിലാണ് നിഫ്റ്റിനെ പറ്റിയിട്ട് ഏറ്റവും കൂടുതൽ വീഡിയോസ് ഉള്ളത് മലയാളത്തിൽ. അപ്പോൾ ആൾക്കാരത് കണ്ടിട്ട് വരും. അപ്പോൾ എനിക്കിതൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഞാനാരോ ഇതുപോലെ പറഞ്ഞു, ഞാനും ഓടി ഏതൊരു ക്ലാസ്സിനകത്ത് കയറിയിട്ട് ഒളിച്ചിരുന്നു കുറേ നേരം. അതൊക്കെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. സോ പറഞ്ഞു വന്നത് എൻ്റെ റാഗിങ് എക്സ്പീരിയൻസ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ കോളേജിൻ്റെ റാഗിങ് എക്സ്പീരിയൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഐ നോ റാഗിങ് ഈസ് അഗെയിൻസ്റ്റ് ദ റൂൾ. ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും തൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സംഭവമാണ്. പിന്നെ ഞങ്ങളുടെ കോളേജിന് റാഗിങ് എന്നല്ല പറയുക, ഇൻട്രോ എന്നാണ് പറയുക. അപ്പോൾ ആ ഇൻട്രോ കൊടുത്ത് നമ്മൾ ഇൻട്രോ ആയിപ്പോവും, ഇങ്ങനെ ഫ്ലാറ്റ് ആയിപ്പോവും, നമ്മൾ ചത്തുപോകും കുറേ കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ അതാണ് ഞങ്ങളുടെ കോളേജിൻ്റെ സംഭവങ്ങളൊക്കെ. അപ്പോൾ യെസ്, എന്താ പറയാവുന്നത്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ആൻഡ് എന്നെ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ എന്തായാലും ഒന്ന് ഫോളോ ചെയ്ത് അൺഫോളോ ശില്പ. ഞാനവിടെ പല വീഡിയോസ് ഇടുന്നുണ്ട്. സോ യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയൂ കേട്ടോ. എനിക്കിങ്ങനെ എല്ലാവരും പറയുമ്പോഴാണ് എന്താ ഇൻസിഡൻറ്റ് എനിക്ക് ഓർമ്മ വരാം. അപ്പോൾ യെസ്, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് I'll be back with another video very soon. Till then, this is Michelle signing off. Bye, take care. Make sure to subscribe, okay? മറക്കരുത്. Even when you feel low, you can still go. Even when you feel slow, you can still go. Even when there's no hope, you can still go. I never answer to no, man, I still go.